എല്ലാ മുക്കുമൂലകളിലും ഇന്ന ഹാദ ദീന ലയബ്ലുഗ് മാ ബലഗൽ ലൈലു വന്നഹാർ. This religion of Allah will reach each and every nook and corner of the world where sun rises. സൂര്യൻ ഉദിക്കുന്ന എല്ലായിടത്തും ഈ ദീൻ മുക്കുമൂലകളിൽ എത്തുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹൃദയത്തിന് അനുഗ്രഹമാണ്, ഹൃദയത്തിന് ആശ്വാസമാണ്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. സയ്യിദ് മുഹമ്മദ് ഖുത്തുബിന്റെ ഒരു അനുഭവം അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് യോജിപ്പുള്ളത് കൊണ്ടല്ല, പക്ഷെ അദ്ദേഹം എഴുതി വെച്ച അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, കൈറോവിൽ നിന്നൊരു ഷിപ്പിൽ ന്യൂയോർക്കിലേക്ക് പസഫിക് സമുദ്രം കടന്ന് പോകുന്ന ഈജിപ്ഷ്യരുടെ ഒരു യാത്രയെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അന്ന് അദ്ദേഹം അവിടെയുണ്ട്. ഒരു വെള്ളിയാഴ്ച ദിവസം ആ കപ്പലിൽ ആദ്യമായി ജുമുഅ നിർവഹിക്കപ്പെട്ടു. ആ ജുമുഅക്ക് സയ്യിദ് ഖുത്തുബ് നേതൃത്വം കൊടുത്തു അത്രേ. അദ്ദേഹത്തിന്റെ ആശയങ്ങളോ സിദ്ധാന്തങ്ങളോ ഒന്നുമല്ല ഞാനിവിടെ പറയുന്നത്, അതിനോടൊക്കെ വ്യക്തിപരമായി വിയോജിപ്പുകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു അനുഭവം അദ്ദേഹം പറയുന്നു. ഞങ്ങളൊക്കെ കപ്പലിലുള്ള മുഴുവൻ സ്റ്റാഫിനോടും പറഞ്ഞു, ഇതിൽ മുസ്ലിമീങ്ങളായ ആളുകൾ നിങ്ങൾക്ക് ജോലി തിരക്കുകളില്ലെങ്കിൽ ഇന്നത്തെ ജുമുഅക്ക് വന്ന് നിങ്ങൾ സംബന്ധിക്കണം. അങ്ങനെ കപ്പലിന്റെ ഡെക്കിൽ ഒരു ജുമുഅയുടെ പ്രയർ ഹാള് അവർ ഉണ്ടാക്കുകയും സയ്യിദ് ഖുതുബ് അവിടെ ഖുതുബ നിർവഹിച്ചു. ഒരുപാട് ആളുകൾ, ഓഡിയൻസ് മുസ്ലിമീങ്ങളായ ആളുകളുണ്ട് ജുമുഅയിൽ. ആ ജുമുഅ നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്, കപ്പലിലാണ്. അവർ ന്യൂയോർക്കിലേക്ക് പോകുന്ന യാത്രയിലാണ്. അങ്ങനെ ഈ കാഴ്ച കാണാൻ കപ്പലിൽ യാത്രക്കാരായ ഒരുപാട് ഇംഗ്ലീഷുകാരുണ്ട്. അവരൊക്കെ നോക്കി നിൽക്കുകയാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഖുതുബ കഴിഞ്ഞു. അവർക്കിത് എന്താണ് ഇതിന്റെ പേരെന്ന് പോലും പറയാൻ അവർക്കറിയുന്നില്ല. അവർ പറയുന്നു, നിങ്ങളുടെ ഈ പരിശുദ്ധ കാവ്യം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി.